കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കി ജനജീവിതം സങ്കീർണമാക്കിയതായി കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി.സി. തോമസ്. നിർമ്മാണ നിരോധനം വികസനത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. നിർമ്മാണം തടഞ്ഞുള്ള കളക്ടറുടെ ഉത്തരവും നിലവിലുണ്ട്. ജില്ലയിൽ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയിൽ സ്വതന്ത്രമായി നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. കൃഷിക്കാരെ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വർഷങ്ങളായി പറയുന്നതല്ലാതെ നടപടിയുണ്ടാകുന്നില്ല. ഇടുക്കിയിലെ ജനങ്ങൾക്ക് നേരെയുള്ള ദ്രോഹ നടപടികൾക്കെതിരെ പാർട്ടി സമരം ശക്തമാക്കുമെന്നും പി.സി. തോമസ് കട്ടപ്പനയിൽ പറഞ്ഞു. ഭാരതത്തിന്റെ ഒരു നാടായ, ഒരു മേഖലയായ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമായ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് നമ്മുടെ ഈ മലമ്പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കട്ടപ്പന ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ ഏറ്റവും അധികം കൃഷി ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. എല്ലാ കൃഷികളുമുള്ള ഒരു മേഖലയായ, അതിനകത്ത് കപ്പയുണ്ട്, മാങ്ങയുണ്ട്, കപ്പളങ്ങയുണ്ട്, തേങ്ങ ഉണ്ട്, കമുകുണ്ട്, പിന്നെ കാപ്പി, തേയില, ഏലം എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇവിടെ ഇന്ന് ആ കൃഷിക്കാർക്ക് അതിനകത്ത് ആദായം കിട്ടുന്നില്ല. ഏലത്തിന് വിലയില്ല, അവിടെ തകർന്നിരിക്കുക. കുരുമുളകിന് അല്പം വില വന്നപ്പോൾ കുരുമുളകില്ല. എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് നമ്മുടെ ഈ മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് കട്ടപ്പനക്കാരും ഇടുക്കി ജില്ലക്കാർക്കും ഒരു ആശ്വാസം കൊടുക്കാനായിട്ടുള്ള നടപടി അടിയന്തരമായി കേരള സർക്കാർ എടുക്കണം. കേന്ദ്ര സർക്കാരും വേണ്ട നടപടി സ്വീകരിക്കണം. കേരള സർക്കാരിന് വേണ്ടി കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷെ എന്തിയെ? കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ പറഞ്ഞ ഇപ്പം അതിനുള്ള നിയമ നടപടികൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ പോയോ? അതോ എല്ലാം വീണുപോയോ? എനിക്കറിയില്ല. ഒരു കാരണവശാലും ഇത് അനുവദിക്കത്തില്ല എന്ന് മാത്രമല്ല, ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് അവിടെ ചർച്ച ചെയ്യും. ഒരു സംശയവുമില്ല. അവരുടെയൊക്കെ വികാരം ഞങ്ങൾക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അവര് ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക്